ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കലാത്തിയ പ്ലാന്റ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. കലാത്തിയ പ്ലാന്റ്സിൻ്റെ 11 വെറൈറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ചെറിയ പ്രൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് നമ്മൾ ഞായറാഴ്ച, അതായത് ഈ ഞായറാഴ്ച നമ്മൾ ആ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം. ആദ്യത്തേത് കലാത്തിയ റോസിയുടെ പ്ലാന്റുകളാണ്. കലാത്തിയ റോസിയുടെ ഇതേ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് 140 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസ് ഇതായിരിക്കും. അപ്പോൾ ഏകദേശം 11 വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാം ചെറിയ ചെറിയ വിലയ്ക്കുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിന് ചൂട് ഒട്ടും ഇഷ്ടമല്ലാത്ത പ്ലാന്റ്സ് ആണ്. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ധോത്തിയുടെ പ്ലാന്റ് ആണ്. ഇതിനും 140 രൂപയാണ്. സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. ഇതേപോലെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിവതും ഏറ്റവും നല്ല രീതിയിൽ ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ വെക്കുക. അതുപോലെ നല്ല വെള്ളം വാർന്നു പോകുന്ന കോട്ടൺ മിക്സ് യൂസ് ചെയ്യുക. അപ്പോൾ രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. ഏറ്റവും ഇപ്പോൾ ഷെയ്ഡിൻ്റെ കീഴിലോ ഏതെങ്കിലും നല്ലപോലെ തണൽ കിട്ടുന്ന മരത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ പോർച്ചിലോ വരാന്തയിലോ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വെക്കാം. ഇനി അടുത്ത പ്ലാന്റ് റാറ്റിൽ സ്നേക്കിൻ്റെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് 140 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസ് ഇത്രേ ആണ്. ഞാനത് കാണിക്കുന്നുണ്ട് ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസ്. ഇനി അടുത്തത് കലാത്തിയ കോമ്പാക്ട് സ്റ്റാർ ആണ്. കോമ്പാക്ട് സ്റ്റാറിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസ് ഇത്രയും ആയിരിക്കും. ഈ 3 ഇഞ്ച് പോട്ടിൽ വരുന്ന ഇത്രയും സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് കലാത്തിയ മക്കിയാന അല്ലെങ്കിൽ കലാത്തിയ പീകോക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. പ്ലാന്റിൻ്റെ സൈസ് ഇത്രയും ആയിരിക്കും. 110 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പ്ലാന്റിൻ്റെ സൈസ് ഇത്രയുമാണ്. പ്ലാന്റ്സ് 110 രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഫോട്ടോടുകൂടി വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരുന്നതാണ്. അപ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു ഡിഫറൻസ് വരും. ഇനി അടുത്തത് കലാത്തിയ ഒർണാട്ടയുടെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് 200 രൂപയാണ്. ഇതേപോലെ നല്ലപോലെ റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. കണ്ടില്ലേ, ഇതൊക്കെ മാറ്റി നടാറായ പ്ലാന്റുകളാണ്. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ എല്ലാം ബുഷി പോട്ട്സ് അവൈലബിൾ ആണ്. ബുഷി പോട്ട് വേണ്ടവർക്ക് അങ്ങനെയും മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇത് നെക്സ്റ്റ് വെറൈറ്റിയാണ് കലാത്തിയ ചാർലിയാണ്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നല്ലപോലെ യെല്ലോ കളർ കയറി വരുന്ന പ്ലാന്റുകളാണ്. ഈ ഗ്രീൻ കളറിനെക്കാട്ടിൽ വെളിച്ചം കിട്ടുന്ന എൻ്റെ പുതിയ ഷൂട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ ഗ്രീൻ കളറിനെക്കാട്ടിൽ വെളിച്ചത്തിനനുസരിച്ച് നല്ലപോലെ യെല്ലോ കളർ ഈ ലീഫിൽ കയറി വരുന്ന പ്ലാന്റ് ആണ്. ഇതിങ്ങനെ നല്ല ബുഷായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഉണ്ടല്ലേ, ഇതേപോലെ വെളിച്ചമെന്ന് പറയുമ്പോൾ വെയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വെളിച്ചമാണ്. ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് ഈ സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ടാണ് ഇപ്പോൾ ഈ പ്ലാന്റ്സ് വെച്ചേക്കുന്നത്. വെളിച്ചം അതിന് നല്ലപോലെ കിട്ടുമെങ്കിലും ചൂടും വെയിലും നല്ലപോലെ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളും. ഇനി അടുത്തത് ഓർബിഫോളിയാണ്. ഓർബിഫോളിയുടെ ഈ സൈസിലുള്ള പ്ലാന്റിനും 80 രൂപയാണ്. അടുത്തത് കലാത്തിയ ഫ്രെഡിയാണ്. നേരത്തെ നമ്മൾ കലാത്തിയ ചാർലി കണ്ടിരുന്നു. അതേപോലെ തന്നെ ഉള്ളൊരു പ്ലാന്റാണ് കലാത്തിയ ഫ്രെഡിയും. അതിൻ്റെ ലീവ്സിൻ്റെ ലീവ്സിൽ വരുന്ന ആ സ്ട്രൈപ്സ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതും നല്ല ബുഷായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് തന്നെ ഷൂട്ട്സൊക്കെ വരുന്ന പ്ലാന്റാണ്. 80 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസ് ഇത്രയുമാണ്. ഇനിയുള്ളത് നമ്മൾ കലാത്തിയ ട്രൈ കളറാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇതിന് 100 രൂപയാണ്. ഇതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് 100 രൂപയാണ്. അടുത്തത് നെക്സ്റ്റ് ഈ കലാത്തിയ വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രൈസ് 150 രൂപയാണ്.
ഇതിലെല്ലാം പുതിയ ഷൂട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെയായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇതും നല്ലൊരു വെറൈറ്റി തന്നെയാണ്. 150 ഇതിൻ്റെ പ്രൈസ്. കണ്ടില്ലേ, ഇത് സിംഗിൾ ഷൂട്ടാണ് എങ്കിൽ കൂടിയും നല്ല പോലെ ഒരുപാട് ലീവ്സൊക്കെ ഉണ്ട്, നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട്. ചിലതിൽ ചെറുതായിട്ട് ഒരു എക്സ്ട്രാ നാമ്പൊക്കെ കാണും. ആദ്യം കാണിച്ചതിലൊരു എക്സ്ട്രാ ഷൂട്ടുണ്ട്, ഈ പ്ലാന്റിൽ ഒരു എക്സ്ട്രാ ഷൂട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റുകൾ അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ്. എങ്കിലും സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടല്ലോ. ഇനി അടുത്തത് കലാത്തിയ ക്രിംസൺ ആണ്. ക്രിംസൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് 200 രൂപയാണ്. ക്രിംസൻ്റെ ഇതേപോലെ ലീവ്സിന് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇങ്ങനെ ആയിരിക്കും. ഇതേപോലെ നല്ല വലിപ്പമുള്ള ലീവ്സുള്ള പ്ലാന്റുകളാണ്. ഇതും സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ്, പക്ഷെ ലീവ്സ് കൂടുതലുണ്ട് എന്നേ ഉള്ളൂ. 200 രൂപയാണ് ഈ പ്ലാന്റിൻ്റെയും പ്രൈസ്. ഏകദേശം ഒട്ടുമിക്ക എല്ലാ വെറൈറ്റികളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഇനി അടുത്തത് ബുഷി പോട്ടുകളാണ്. ഇത് കലാത്തിയ ധോത്തിയുടെ ബുഷി പോട്ടാണ്. കലാത്തിയ ധോത്തിയുടെ ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള പോട്ടുകളാണ്. ഒരുപാട് ഷൂട്ട്സൊക്കെ ഉണ്ട്. വേര് കണ്ടില്ലേ, ഇതേപോലെ പോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇതൊക്കെ മാറ്റി നടാറായ പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാ പ്ലാന്റും അങ്ങനെ മാറ്റി നടാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ പോട്ടുകളിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലപോലെ പോട്ട് നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളാണ്. നല്ല വലിപ്പവും ഉള്ള പ്ലാന്റാണ്. കണ്ടില്ലേ, ഇതും അതുപോലെ ഒരു ബുഷിപ്പോട്ടാണ്. കലാത്തിയുടെ ഫ്ലവർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് കലാത്തിയുടെ ഫ്ലവർ. ഇതിലിപ്പോൾ 2 ഫ്ലവറുണ്ട്. നല്ല മെച്ചൂർഡ് പ്ലാന്റ്സ് ആണ്. ഒരുപാട് ഷൂട്ട്സൊക്കെയുള്ള പ്ലാന്റ്സ് ആണ്. അതായത് റൂട്ടെല്ലാം നല്ലപോലെ പുറത്ത് വന്ന് നിൽക്കുകയാണ് ഈ പ്ലാന്റിൻ്റെയൊക്കെ. എല്ലാം തന്നെ വലിയ പ്ലാന്റുകളാണ്, ബുഷി പോട്ടുകളുമാണ്. ഇതിൻ്റെ പ്രൈസ് 320 രൂപയാണ് ധോത്തിയുടെ ബുഷി പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇപ്പം നിങ്ങൾ മാറ്റി നട്ടാലും നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് യൂസ് ചെയ്യുക. നല്ലപോലെ നനച്ചു കൊടുക്കുക. നല്ല ഷെയ്ഡിൽ വെച്ച് കൊടുക്കുക. ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടായതുകൊണ്ടാണ്. അപ്പോൾ പ്ലാന്റ്സ് വലിയ കുഴപ്പമില്ലാതിരിക്കും. ചെറിയ രീതിയിൽ ഒരു കരിച്ചിലൊക്കെ വന്നാലും പ്ലാന്റിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഇത് റെഡ് വൈൻ്റെ പ്ലാന്റാണ്, ബുഷിപ്പോട്ടാണ്. 320 ഇതിൻ്റെ പ്രൈസ്. ധോത്തി പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് റെഡ് വൈനും. ഇനി അടുത്തത് റാറ്റിൽ സ്നേക്കാണ്. റാറ്റിൽ സ്നേക്കിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 280. ഇതും നല്ല രീതിയിൽ വളരുന്ന പ്ലാന്റുകളാണ്. 280 ഇതിൻ്റെ പ്രൈസ്. ഇപ്പം നമ്മൾ ഇത് വെച്ചിരിക്കുന്ന മണ്ണിലല്ല, കൊക്കോപീറ്റിൽ നമുക്ക് ആ പോട്ടുകൾ വന്ന രീതിയിൽ തന്നെ വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇത് മണ്ണിലോട്ടൊക്കെ മാറ്റി നട്ട് കഴിയുമ്പം ഇതിൻ്റെ വളർച്ചയ്ക്ക് നല്ല വ്യത്യാസം വരും. ഇനി അടുത്തത് കുറച്ച് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് ആണ്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫിലോഡൻഡ്രോണിൻ്റെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്, പരാസയോ വേർഡിയാണ്. അപ്പോൾ പരാസയോ വേർഡിയുടെ പ്ലാന്റുകൾ നമ്മൾ ഇതിനു മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 250 ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഈ പ്ലാന്റ്സ് ഇപ്പോൾ കുറേ വളർന്നിട്ടുള്ള പ്ലാന്റുകളാണ്. നമ്മൾ നേരത്തെ ഉൾപ്പെടുത്തിയ പ്ലാന്റൊക്കെ ഇതിലും ചെറിയ പ്ലാന്റുകളായിരുന്നു. ഇപ്പോൾ വളർന്ന ഏരിയൽ റൂട്ട്സൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. 250 പ്രൈസ്. റൂട്ട്സ് ഏരിയൽ റൂട്ട്സൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പടർന്ന്, അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറിനും ഒരുപാട് വ്യത്യാസം വരും. അതിന് കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ലീവ്സ് നല്ല സ്റ്റഡിയായിട്ട് താഴേക്ക് ഇങ്ങനെ നിൽക്കുന്ന ലീവ്സ് ആയിരിക്കും. ഇനി അടുത്തത് നമ്മുടെ ഗ്ലോറിയോസോ ആണ്. ഇതും ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ്. ഇത് ക്രോളിംഗ് ടൈപ്പാണ്. നമ്മൾ ആ വയ്ക്കുന്ന പോട്ടിൽ ഇങ്ങനെ ചുറ്റി ബുഷായിട്ട് വളർന്നു വരുന്ന പ്ലാന്റാണ്. ക്ലൈംബിംഗ് ടൈപ്പ് അല്ല. പക്ഷേ അതിൻ്റെ ലീവ്സ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ലീഫുകളാണ്. ആ സിൽവർ ലൈൻസ് ആണ്, നല്ല വെൽവെറ്റി ഫിനിഷുള്ള ലീഫിൽ ആ സിൽവർ ലൈൻസ് ആണ് ഗ്ലോറിയോസത്തിൻ്റെ പ്രത്യേകത. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ പോട്ടിൽ നിന്ന് പുറത്തോട്ട് ഇത് വന്നു, ചെറിയ പോട്ടായതുകൊണ്ട്. അപ്പോൾ അതിങ്ങനെ ചുറ്റി വളർന്നു വരുന്ന പ്ലാന്റാണ്. ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ വെക്കുന്ന പോട്ടിൽ ചുറ്റി വളർന്നു വരുന്ന പ്ലാന്റുകളാണ്. ചിലർക്ക് ഇതിപ്പോൾ നമുക്ക് ആ വളർന്നു വരുന്നതനുസരിച്ച് നിറയെ റൂട്ട്സുകളുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ഓരോരോ പ്ലാന്റ്സ് ആയിട്ട് മാറ്റാം. അതല്ല ഇങ്ങനെ ഇതേപോലെ ബുഷായിട്ട് വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും വെക്കാം. അതാണ്
എനിക്കിഷ്ടം അങ്ങനെ നിൽക്കുന്ന പ്ലാന്റുകളാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ ആ ഒരു പോട്ടിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളാണ്. കണ്ടോ, ഇത് ഒരുപാട് ഷൂട്ട്സൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഗ്ലോറിയോസ്. അപ്പോൾ ഗ്ലോറിയോസത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 260 രൂപയാണ് ഫിലോഡെൻഡ്രോൺ ഗ്ലോറിയോസത്തിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് മൂൺഷൈൻ ആണ്. അടുത്തൊരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ് മൂൺഷൈൻ. മൂൺഷൈൻ്റെ അല്പം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ്. അതേപോലെ തന്നെ നല്ലപോലെ കളറുകൾ വന്നിട്ടുള്ള പ്ലാന്റാണ്. നല്ല ലെമൺ യെല്ലോ കളറ് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 130 ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഉള്ളപോലെ ഏരിയൽ റൂട്ട്സ് ഒരുപാട് കണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടണം ഈ പ്ലാന്റ്സിന്. എങ്കിലും വെയിലടിക്കരുത്. എല്ലാ ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ആയാലും വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ലീഫുകൾ കരിഞ്ഞു പോകും. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് മൂൺഷൈൻ്റേത്. 130 രൂപയാണ്. ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇനി അടുത്തത് റെഡ് സൺ ആണ്. റെഡ് സണ്ണിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ്. ഇതിനും 130 രൂപയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ പുതിയതായിട്ട് വരുന്ന ലീവ്സിനാണ് ഈ കളർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ പുതിയതായി വരുന്ന ലീവ്സിൻ്റെ കളർ. അത് തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനും അതുപോലെ തന്നെ ഏരിയൽ റൂട്ട്സ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ 130 രൂപയാണ് ഇതിൻ്റെയും പ്രൈസ്. ഇനി അടുത്തത് വേറൊരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്, റെഡ് ഹാർട്ട് ആണ്. ഫിലോഡെൻഡ്രോൺ റെഡ് ഹാർട്ടിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. ഇതിൻ്റെ ഏരിയൽ റൂട്ടാണിത്. ഇതിപ്പോൾ പുറത്തേക്ക് വന്നിട്ട് അത് ആ മണ്ണിലോട്ട് തന്നെ പിടിച്ച് വളർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റിക്കിൽ പടർന്നിട്ട് അത് നല്ല രീതിയിൽ വളർന്നു വരും. ഇതിൻ്റെ ആ പുതിയതായി വരുന്ന ലീവ്സിലുള്ള ആ റെഡ് കളറാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് 2 ഹോയ വെറൈറ്റീസ് കൂടെ പരിചയപ്പെടാം. ഇത് ക്രിംസൺ ക്യൂനാണ്. ഹോയയുടെ ക്രിംസൺ ക്യൂവിൻ്റെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 രൂപയാണ് ഈ സിംഗിൾ പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഫ്ലവർ ഇല്ല. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത, ഹോയ പ്ലാന്റ്സ് ഇത് ഫ്ലവർ ഇല്ലെങ്കിൽ തന്നെയും പോട്ടുകളിൽ ഇതിൻ്റെ ആ ലീവ്സിൻ്റെ കളർ പാറ്റേൺ നല്ല തിക്കായിട്ട് വളർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. 250 ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ പ്രൈസ്. അടുത്തത് ഹിന്ദുറോപ്പാണ്. ഹോയ ഹിന്ദുറോപ്പിൻ്റെ പുതിയതായി വന്ന സ്റ്റോക്കുകളാണ്. ഇതിൻ്റെ പ്രൈസും 250 ആണ്. നമ്മളിതിൻ്റെ ബുഷി ആയിട്ടുള്ള പോട്ടുകൾ ഇതിന് മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം. നല്ല രീതിയിൽ ഇതിങ്ങനെ വളർന്ന് താഴേക്ക് വരുന്ന പ്ലാന്റുകളാണ്. നമുക്കിത് ഹാങ്ങിങ് ബോർഡിൽ സെറ്റ് ചെയ്യാം. ട്വിസ്റ്റഡ് ഹോയ അല്ലെങ്കിൽ ഹോയ ഹിന്ദുറോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ പ്രൈസും 250 ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ. ഗിഫ്റ്റിൻ്റെ കാര്യം മറന്നിട്ടില്ല, അത് നമ്മൾ സൺഡേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.